സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമുക്ക് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇന്ന് കിട്ടും. സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയാണ്. അപ്പോൾ ഈ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കോട്ട്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കോട്ട്സ് ഇങ്ങനെയാണ്: ദ നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ വൺ ബാസ്ക്കറ്റ്. നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ വൺ ബാസ്ക്കറ്റ്. നമ്മുടെ എല്ലാ എഗ്ഗും ഒരു ബാസ്ക്കറ്റ് എന്ത് ചെയ്യണം, നമ്മൾ നിക്ഷേപിക്കരുത്. ബിക്കോസ് ആ ഒരു ബാസ്ക്കറ്റ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട എഗ്ഗ് മുഴുവൻ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ എമൗണ്ടും ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ മാത്രമാണെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ എമൗണ്ടും എന്ത് ചെയ്യും, വാനിഷ് ആയിട്ട് പോകും. സോ ഒരിക്കലും ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അയാളുടെ മുഴുവൻ എമൗണ്ടും ഒരു ഷെയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉള്ള സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് മറ്റുള്ള കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൊണ്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്: നെവർ പുട്ട് ഓൾ യുവർ എഗ് ഇൻ എ വൺ ബാസ്ക്കറ്റ്. എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് നിക്ഷേപിക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിലോട്ട് കടക്കാം. മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഈ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹാരി മാർക്കോവിറ്റ്സ് ആണ്. 1950s 1950 ഹാരി മാർക്കോവിറ്റ്സ് ആണ് ഈ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ആ പോർട്ട്ഫോളിയോ തിയറിയുടെ പേരിൽ തന്നെ അത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരുണ്ട്, ഹാരി മാർക്കോവിറ്റ്സ്. ഹാരി മാത്രം കയ്യിൽ നിട്ടാൽ മതി, ബാക്കി അവിടെ കിടപ്പുണ്ട്, ആ തിയറി തന്നെ കിടപ്പുണ്ട്. സോ ഹാരി മാർക്കോവിറ്റ്സ് ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ തിയറി, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ക്രിയേറ്റ് ചെയ്തത് ഇൻ 1950s. നമുക്ക് ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. His work on portfolio selection was published in 1952 in an article titled പോർട്ട്ഫോളിയോ സെലക്ഷൻ. അപ്പോൾ ആരുടെ ആർട്ടിക്കിളാണ് ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് ഹാരി മാർക്കോവിറ്റ്സ് ആണ്. ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിള് ആരുടെ സംഭാവനയാണ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാരി മാർക്കോവിറ്റ്സ് ആണ്. സോ 1952 അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ഷൻ ഏത് ജേർണലാണ്? ജേർണൽ ഓഫ് ഫിനാൻസിൽ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഓക്കെ, എങ്ങനെ? ഹാരി മാർക്കോവിറ്റ്സ് 1952 അയാളുടെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിക്കിള് പോർട്ട്ഫോളിയോ സെലക്ഷൻ, ടൈറ്റിൽ ആസ് പോർട്ട്ഫോളിയോ സെലക്ഷൻ, പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ ഓഫ് ഫിനാൻസ് നമ്മൾ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹാരി മാർക്കോവിറ്റ്സ് ആണ് നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്പ് ചെയ്തത്. രണ്ട്, 1952 ദ ആർട്ടിക്കിൾ ടൈറ്റിൽഡ് പോർട്ട്ഫോളിയോ സെലക്ഷൻ പബ്ലിഷ്ഡ് ഇൻ ജേർണൽ ഓഫ് ഫിനാൻസിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? ഹാരി മാർക്കോവിറ്റ്സ് ആണ്. അപ്പോൾ ഹാരി മാർക്കോവിറ്റ്സ് ഈസ് ദ ഫാദർ ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഫാദർ ആണ് ആര്? ഹാരി മാർക്കോവിറ്റ്സ്. സോ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് തന്നെ കിട്ടി. മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ആര് ഡെവലപ്പ് ചെയ്തു? ഹാരി മാർക്കോവിറ്റ്സ് ആണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഡെവലപ്പ് ചെയ്തത്. 1950s അദ്ദേഹം 1952 ഇതൊരു ആർട്ടിക്കിൾ ആയിട്ട് പബ്ലിഷ് ചെയ്തു. ആർട്ടിക്കിളിന്റെ പേരെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ സെലക്ഷൻ. പബ്ലിഷ് ചെയ്ത ജേർണൽ എന്ന് പറയുന്നത് ജേർണൽ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ജേർണലിനകത്ത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ 1952 ആർട്ടിക്കിളിൻ്റെ പേര് ഇതാണ്, പോർട്ട്ഫോളിയോ സെലക്ഷൻ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഹി ഈസ് ആൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. He was awarded Nobel Prize in Economic Science 1990s. 1990 എക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ
ഹാരി മാർക്കോവിറ്റ്സിനാണ്. സോ ഹാരി മാർക്കോവിറ്റ്സിനാണ് 1990s എക്കണോമിക് സയൻസിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. സോ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിൽ വെച്ചേക്കാം. ഇനി നമ്മൾ എന്താണ് ഈ ഒരു തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ തിയറിയിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാക്സിമൈസിങ് ദ റിട്ടേൺ ആൻഡ് ട്രൈ ടു മിനിമൈസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പോർട്ട്ഫോളിയോ. എല്ലാ ഇൻവെസ്റ്റേഴ്സും, എവറി ഇൻവെസ്റ്റേഴ്സ് ട്രൈ ടു മാക്സിമൈസ് ദ റിട്ടേൺ. അവർക്ക് ആ പോർട്ട്ഫോളിയോന്ന് കിട്ടുന്ന, പോർട്ട്ഫോളിയോ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്ന പേരാണെന്ത്, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് കിട്ടുന്ന, ആ ഒരു കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കിട്ടുന്ന, ആ ഒരു കോമ്പിനേഷന് കിട്ടുന്ന റിട്ടേൺ മാക്സിമൈസ് ചെയ്യും. ആ റിട്ടേൺസ് എന്ത് ചെയ്യും, അവർ മാക്സിമൈസ് ചെയ്യും. പക്ഷേ അവർ റിസ്ക് എന്ന് പറയുന്നത് മിനിമം റിസ്ക് എന്ത് ചെയ്യുന്നുള്ളൂ, അവർ കൺസിഡർ എടുക്കാൻ തയ്യാറാവുന്നുള്ളൂ. വളരെ മിനിമം റിസ്ക് എടുത്തുകൊണ്ട് അവർ റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ശ്രമിക്കുന്നത്. സോ അതാ പറഞ്ഞേക്കണം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് ഫാക്ട് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു മാക്സിമൈസ് ദ റിട്ടേൺ ആൻഡ് ട്രൈ ടു മിനിമൈസ് ദ റിസ്ക് അസോസിയേറ്റ് വിത്ത് ദ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിലെ റിസ്ക് മാക്സിമം കുറച്ചുകൊണ്ട് അവിടുത്തെ റിട്ടേൺ മാക്സിമം ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ശ്രമിക്കാറുണ്ട്. ദ ഇൻവെസ്റ്റേഴ്സ് റിഫ്ലക്ട് റിസ്ക് അവേർഷൻ ബിഹേവിയർ. മനസ്സിൽ വെച്ചേക്കണം, അവർക്ക് എന്ത് ബിഹേവിയർ ആണ്, റിസ്ക് അവേർഷൻ ബിഹേവിയർ ആണ്. റിസ്ക് അവേർഷൻ എന്ന് പറഞ്ഞാൽ they always try to avoid റിസ്ക് മാക്സിമം കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആര്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്. ദ തിയറി ഹെൽപ്സ് ടു ക്രിയേഷൻ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. നമ്മൾ എന്തിനാണ് ഈ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് തിയറി പഠിക്കുന്നത്, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. സോ ദ തിയറി ഹെൽപ്സ് ടു ക്രിയേഷൻ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വിച്ച് ഈസ് വൺ വിച്ച് ഗീവ്സ് മാക്സിമം റിട്ടേൺ. നമുക്കൊരു മാക്സിമം റിട്ടേൺ കിട്ടണം, പക്ഷേ ദ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ആയിരിക്കണം. ഒരു പോർട്ട്ഫോളിയോന്ന് നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം, പക്ഷേ റിസ്ക് എന്ന് പറയുന്നത് ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ആണ്. അല്ലെങ്കിൽ ഒരു മിനിമം റിസ്ക് കൊണ്ട് ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്സ് എ പോർട്ട്ഫോളിയോ ഈസ് എ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. സോ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു, നമ്മൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൈം മോട്ടീവ് എന്താണ്, മാക്സിമൈസ് ദ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ആൻഡ് മിനിമൈസ് ദ റിസ്ക്. പിന്നെ പറഞ്ഞു ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഏത് ബിഹേവിയർ ആണ്, റിസ്ക് അവേർഷൻ, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇനി അടുത്ത് പറഞ്ഞു ഇവിടുത്തെ ഇതെന്തിനാണ് നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഹെൽപ്പ് ചെയ്യുന്നത്, വിച്ച് ഹെൽപ്സ് ടു ക്രിയേഷൻ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പറഞ്ഞു എന്താണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അവിടുത്തെ റിട്ടേൺ മാക്സിമം ആയിരിക്കും, പക്ഷേ റിസ്ക് അവിടെ എന്തായിരിക്കും, മിനിമം റിസ്ക് കൊണ്ട് മാക്സിമം റിട്ടേൺ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് പോർട്ട്ഫോളിയോ ഈസ് കാൾഡ് ആൻ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഞാൻ വീണ്ടും പറഞ്ഞു, പോർട്ട്ഫോളിയോ അറിയാത്തവർക്ക് വേണ്ടി പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റി ആണ്. ഒരു നമ്പർ ഓഫ് സെക്യൂരിറ്റീസിന്റെ കോമ്പിനേഷൻ വിളിക്കുന്ന പേരാണെന്ത്, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ദ സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ബേസ്ഡ് ഓൺ 2 ഫണ്ടമെന്റൽ ആട്രിബ്യൂട്ട്സ്. നമ്മൾ ഈ ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്പർ 1 മീൻ റിട്ടേൺ, നമ്പർ 2 വാരിയൻസ് ഓഫ് റിട്ടേൺ. അതായത് മീൻ റിട്ടേൺസും വാരിയൻസ് ഓഫ് റിട്ടേൺസും കൺസിഡർ ചെയ്തിട്ടുകൊണ്ടാണ് നമ്മളൊരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനാ മീൻ റിട്ടേൺ ഉപയോഗിക്കുന്നത്, എന്തിനാണ് വാരിയൻസ്? എന്താ വാരിയൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്പെക്ട് റിട്ടേൺസും ആക്ച്വൽ റിട്ടേൺസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്നു, ആക്ച്വൽ ഉണ്ടാവുന്നു, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ മീൻ റിട്ടേണിൻ്റെയും വാരിയൻസ് ഓഫ് റിട്ടേണിൻ്റെയും ആട്രിബ്യൂട്ട്സുകൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നമ്മൾ സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, of the opinion, Markowitz was of the opinion that investors evaluate individual securities and portfolio on the basis of expected mean return and estimate about the future outcome.
എല്ലാ ഇൻവെസ്റ്റേഴ്സും, മാർക്കോവിറ്റ്സ് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ എക്സ്പെക്റ്റഡ് മീൻ റിട്ടേൺ, നമുക്ക് എത്ര റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നും മാത്രമല്ല അതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കംസും കൃത്യമായിട്ട് എന്ത് ചെയ്യും, പ്രിഡിക്റ്റ് ചെയ്യും. ദേ ഓൾവേസ് കൺസിഡർ ദ മെയിൻ റിട്ടേൺ ആസ് വെൽ ആസ് ദ ഫ്യൂച്ചർ ഔട്ട്കം. അതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കംസും അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺസും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈൻഡ് out the variation of return by considering expected mean return and actual return. നമ്മുടെ ആക്ച്വൽ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേൺ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അവിടുത്തെ വാരിയൻസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ മെയിൻ റിട്ടേൺ, ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റീസിൻ്റെ മെയിൻ റിട്ടേണും അതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ റിട്ടേണും അതിൻ്റെ എക്സ്പെക്ട് റിട്ടേണും കൺസിഡർ ചെയ്തിട്ട് വാരിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആ വാരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ത് കണ്ടുപിടിക്കാനായിട്ട്, ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി സെലക്ട് ചെയ്യാനായിട്ട്. His model is thus the theoretical framework for analysis of risk and return and their relationship. അപ്പോൾ അദ്ദേഹം he tried to study the relationship between risk and return. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിസ്ക്കും ആ റിട്ടേണും അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ ഒരു മെത്തേഡിലൂടെ, ഈ ഒരു മോഡലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഹി യൂസ്ഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫോർ മെഷർമെന്റ് ഓഫ് റിസ്ക് കൺസിഡർ ചെയ്യാൻ, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. മാത്രമല്ല ആൻഡ് മാത്തമെറ്റിക്കൽ പ്രോഗ്രാമിംഗ് ഫോർ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ ദ പോർട്ട്ഫോളിയോ ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ അസറ്റ്, ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ മാത്തമെറ്റിക്കൽ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മാത്തമെറ്റിക്കൽ പ്രോഗ്രാംസ് ആണ് ഉപയോഗിക്കുന്നത് ഫോർ അസറ്റ് കാൽക്കുലേറ്റ്, നമ്മുടെ അസറ്റിൻ്റെ കണ്ടുപിടിക്കുക, സെലക്ഷൻ ഓഫ് അസറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാത്തമെറ്റിക്കൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു റിസ്കിനെയും റിട്ടേൺ അതിൻ്റെ റിലേഷൻഷിപ്പാണ് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല മാത്തമെറ്റിക്കൽ പ്രോഗ്രാമിങ്ങിലൂടെയാണ് ആ സെലക്ഷൻ ഓഫ് അസറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, ഈ ഒരു തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ എമൗണ്ടും ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, അസംഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. അസംഷൻ ഇതാണ്. ഫസ്റ്റ് അസംഷൻ, ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റാഷണൽ ആൻഡ് ബിഹേവ് ഇൻ എ മാനർ ആസ് മാക്സിമൈസ് ദിയർ യൂട്ടിലിറ്റി വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് ഇൻകം ഓർ മണി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ എന്താണ്, റാഷണൽ ആണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അവരെ പാനിക് ആവില്ല, ഇമോഷണൽ ബയാസ് ഒന്നും എഫക്റ്റ് ചെയ്യത്തില്ല. മാർക്കറ്റിൽ എന്ത് തീരുമാനമാണ്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് പാനിക് ആവില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഷെയർ വാങ്ങിച്ചു കൂട്ടും. മാർക്കറ്റ് അപ്പായിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഷെയർ വിൽക്കാനായിട്ട് ശ്രമിക്കും. സോ ഒരു റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സ് ആക്ട്. അപ്പോൾ അദ്ദേഹത്തിന് അസംഷൻ ഇങ്ങനെയാണ്, ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് ബിഹേവ് ഇൻ എ മാനർ ആസ് ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി വിത്ത് എ ഗിവൺ ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ ഒരു ഗിവൺ ലെവൽ ഓഫ് ഇൻകം വെച്ചുകൊണ്ട് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്, അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഫ്രീ ആക്സസ് ടു ഫെയർ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ഓൺ ദ റിട്ടേൺ ആൻഡ് റിസ്ക്. റിസ്കിനെ കുറിച്ചും റിട്ടേണിനെ കുറിച്ചുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസ്കിനെ കുറിച്ചും റിട്ടേണിനെ കുറിച്ചുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്നതാണ് സെക്കൻഡ് അസംഷൻ. തേർഡ് അസംഷൻ എന്ന് പറയുന്നതാണ്, ദ മാർക്കറ്റ് ആർ എഫിഷ്യൻറ്റ് ആൻഡ് അബ്സോർബ് ദ ഇൻഫർമേഷൻ ക്വിക്ലി ആൻഡ് പെർഫെക്റ്റ്ലി. നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആണ് അല്ലേ. മാർക്കറ്റ് എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടോ അത് അപ്പോൾ തന്നെ മാർക്കറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ചേഞ്ചസ് ഉറപ്പായിട്ടും പ്രൈസിൽ വരുന്ന ഒരു മാർക്കറ്റാണ് ഇത് എഫിഷ്യൻറ്റ് മാർക്കറ്റ്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ദ മാർക്കറ്റ് ആർ എഫിഷ്യൻറ്റ്. മാർക്കറ്റ് എന്താണ്, എഫിഷ്യൻ്റ് ആണ്. മാത്രമല്ല അബ്സോർബ് ദ ഇൻഫർമേഷൻ ക്വിക്ലി ആൻഡ് പെർഫെക്റ്റ്ലി. ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇൻഫർമേഷൻസ് ക്വിക്കായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതാണ് തേർഡ് അസംഷൻ ഓഫ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി.
ഇനി ഫോർത്ത് അസംഷൻ ഇതാണ്, ദ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ആൻഡ് ട്രൈ ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് മാക്സിമൈസ് റിട്ടേൺ. ഇൻവെസ്റ്റേഴ്സ് എല്ലാം റിസ്ക് അവേഴ്സ് ആണ്, അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇൻവെസ്റ്റേഴ്സ് റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അവരുടെ റിട്ടേൺ മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ് വിത്ത് ലിമിറ്റഡ് റിസ്കിൽ നിന്നുകൊണ്ട് അവരുടെ റിട്ടേൺ മാക്സിമം കൂട്ടാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, ശ്രമിക്കുകയാണ്. സോ അതാണ് നാലാമത്തെ അസംഷൻ, ദ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ്. റിസ്ക് എടുക്കാനായിട്ട് റിസ്ക് എപ്പോഴും അവർ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല മിനിമൈസ് ദ റിസ്ക്, അവർ റിസ്ക് എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യും. അവരെ മാക്സിമൈസ് ദ റിട്ടേൺ എന്ത് ചെയ്യും, മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം റിട്ടേണും റിസ്ക്കും എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് റിലേഷൻ ആണ്. അതായത് റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും, റിസ്ക് കുറയുമ്പോൾ റിട്ടേണും കുറയും. സോ റിസ്ക്കും റിട്ടേണും ഡയറക്റ്റ് റിലേഷൻ ആണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ ഇവിടെ ഈ ഒരു തിയറി പ്രകാരം ഇൻവെസ്റ്റർ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ റിസ്ക് കൂട്ടത്തിൽ റിസ്ക് എന്ത് ചെയ്യും, മാക്സിമം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും, വരെ ശ്രമിക്കും. അതാണ് ഫോർത്ത് അസംഷൻ. ഫിഫ്ത്ത് അസംഷൻ ഇങ്ങനെയാണ്, ദ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഹയർ റിട്ടേൺ ടു ലോവർ റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു ഇൻവെസ്റ്റർ പ്രിഫർ ഹയർ റിട്ടേൺ, ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് ചെയ്യുന്നതുകൊണ്ട് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് പ്രിഫർ ടു ഹയർ റിട്ടേൺസ് ആണ്. എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഹയർ റിട്ടേൺസ് ആണ് ടു ലോവർ റിട്ടേണിനേക്കാളും അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഹയർ റിട്ടേൺ ആണ് ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് എന്നുകൊണ്ട് ഒരു ഹയർ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. സോ ദീസ് ആർ ദ അസംഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് അസംഷൻ, ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റാഷണൽ ആണ്. നമ്പർ 2, ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഫ്രീ ആക്സസ് ടു ഇൻഫർമേഷൻ. ഇൻവെസ്റ്റേഴ്സിന് ഫ്രീ ആക്സസ് ഉണ്ട് ഇൻഫർമേഷനിൽ. 3 പറയുന്നത് മാർക്കറ്റ് ആർ എഫിഷ്യൻറ്റ്. മാർക്കറ്റ് എന്താണ്, ഒരു എഫിഷ്യൻ്റ് ആണ്. മാത്രമല്ല ഇറ്റ് അബ്സോർബ് ദ ഡേറ്റ ക്വിക്ക്ലി ആൻഡ് പെർഫെക്റ്റ്ലി. കിട്ടുന്ന ഡേറ്റാസ് എല്ലാം കൃത്യമായിട്ട് ക്വിക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റിസ്ക് അവേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റിസ്ക് അവേഴ്സ് ആണ്. അവർ റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ശ്രമിക്കുന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഹയർ റിട്ടേൺസ്. ഇൻവെസ്റ്റേഴ്സ് ഒരു ഹയർ റിട്ടേൺ ആണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് ഗിവൺ ലെവൽ ഓഫ് റിസ്ക് വന്നുകൊണ്ട് ഒരു ഹയർ റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അസംഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഇനി എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ? നമ്മൾ ഈ മാർക്കോവിറ്റ്സ് തിയറി പഠിക്കുമ്പോൾ അതിൽ പറയുന്ന എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ? ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ, ഒരു ലൈനാണ്. ഇറ്റ്സ് എ ലൈൻ ജോയിനിങ് ഓൾ ദ കോർണർ പോർട്ട്ഫോളിയോ. നമ്മൾ ഒരു കോർണർ പോർട്ട്ഫോളിയോ വരയ്ക്കുമ്പോൾ ആ ഒരു റിസ്കിൻ്റെ റിട്ടേണിൻ്റെ ബേസിൽ നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. അപ്പം എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഇസ് ദ ലൈൻ ജോയിനിങ് ഓൾ ദ കോർണർ പോർട്ട്ഫോളിയോ. എല്ലാ കോർണർ പോർട്ട്ഫോളിയോയും നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. വെൻ ഓൾ ദ കോർണർ പോർട്ട്ഫോളിയോ ആർ പ്ലോട്ടഡ് on a risk return graph and a line is drawn to join these portfolio, this line is called efficient portfolio. അതായത് നമ്മൾ ഒരു റിസ്ക് റിട്ടേൺ ഗ്രാഫിൽ ഒരു റിസ്ക് റിട്ടേൺ ഗ്രാഫ് എടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പ്ലോട്ട് ചെയ്തിട്ട് ആ പ്ലോട്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. സോ വെൻ ഓൾ ദ കോർണർ പോർട്ട്ഫോളിയോ ആർ പ്ലോട്ടഡ് ഓൺ എ റിസ്ക് റിട്ടേൺ ഗ്രാഫ് and a line is drawn to join these portfolio and this is called an efficient frontier. Efficient frontier നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പറയാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഈ പറഞ്ഞ തിയറിയുടെ ലിമിറ്റേഷൻ എന്താണ്? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി? ഈ തിയറിയിലെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, അസംഷൻ ഓഫ് പെർഫെക്റ്റ് മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ അസംഷന് പറഞ്ഞു ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു മാർക്കറ്റ് എപ്പോഴും എന്തായിരിക്കില്ല, പെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കില്ല. ഇൻ ദ റിയാലിറ്റി മാർക്കറ്റ് മേ നോട്ട് ഓൾവേസ് ബി പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് എന്താണ്, ഇൻഫർമേഷൻ അസിമെട്രി, ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് ഫ്രിക്ഷൻസ്. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരിക്കലും മാർക്കറ്റ് എന്തായിരിക്കില്ല, പെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കില്ല. എല്ലാ ഇൻഫർമേഷൻസും എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. എന്താണ്, അസംഷൻ ഓഫ് പെർഫെക്റ്റ് മാർക്കറ്റ്. അസംഷനിൽ പറയുന്ന ഒരു അസംഷനാണ് ഇത്, പെർഫെക്റ്റ് മാർക്കറ്റ്. ഒരിക്കലും റിയാലിറ്റിയിൽ ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവത്തില്ല. അവിടെ ഉറപ്പായിട്ടും വേരിയേഷൻ ഉണ്ടാവും ഡ്യൂ ടു ഇൻഫർമേഷൻ അസിമെട്രി ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് ഫ്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നു, ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും റിയാലിറ്റിയിൽ ഉണ്ടാവുന്നില്ല. 2, റിലയൻസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ.
അതായത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലയൻസ് നമ്മൾ അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ may not accurately predict future market behavior, especially during the period of significant market shift, crisis or structural changes. നമ്മൾ പറഞ്ഞു ഒരു പാസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ പാസ്റ്റ് പ്രൈസ് ഡേറ്റ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഫ്യൂച്ചർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഫ്യൂച്ചർ എല്ലായ്പ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ, ഒരു മാർക്കറ്റിൽ ക്രൈസിസ് വരുമ്പോൾ, ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫ്യൂച്ചർ ഒരു പാസ്റ്റ് ഡേറ്റ വെച്ച് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതാണ് നമ്പർ 2, റിലയൻസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ എന്താണ്? ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസ്യൂംസ് ദാറ്റ് അസറ്റ് റിട്ടേൺ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ്ട്രീം ഇവന്റ് ഓർ ഔട്ട്ലൈൻസ് ആർ റയർ. അതായത് മാർക്കറ്റ് എപ്പോഴും ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഒരിക്കലും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യത്തില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളൊന്നും മാർക്കറ്റിനെ കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമുക്കറിയാം ഒരു ഇൻ പ്രാക്ടീസ് അങ്ങനെയല്ല. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓഫൺ എക്സ്പീരിയൻസ് അൺഎക്സ്പെക്റ്റഡ് എക്സ്ട്രീം ഇവൻറ്റ്സ് ഓർ ഫാറ്റൈൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ. ഒരിക്കലും അതല്ല മാർക്കറ്റിൽ സംഭവിക്കുന്നത്. മാർക്കറ്റിൽ നമ്മൾ കണ്ടാണ്, നമ്മുടെ അദാനിയുടെ ഹെൻഡർബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദാനിയുടെ ഷെയർ എന്ത് ചെയ്തു, മൊത്തത്തിൽ ഇടിഞ്ഞു. ഇത് മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഉറപ്പായിട്ട് എന്ത് വരും, ചില കാര്യങ്ങൾ വരുമ്പോൾ, എക്സ്ട്രീം ഇവൻറ്റ്സ് വരുമ്പോൾ നമ്മളെ മാർക്കറ്റിനെ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു, അത് എഫക്റ്റ് ചെയ്യും. നമുക്ക് 2018 വേൾഡ് ക്രൈസിസ്, നമുക്കറിയാം വേൾഡ് ക്രൈസിസ്, അമേരിക്കയിലെ പല ബാങ്കുകളും പൂട്ടിപ്പോയി, വേൾഡ് ക്രൈസിസ്. അങ്ങനെ ആ ക്രൈസിസിൻ്റെ സമയത്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷായിട്ട് ഏറ്റവും താഴെ എത്തി, അല്ലേ? നമ്മുടെ 52 വീക്സിൽ ഏറ്റവും താഴെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എത്തി. ബിക്കോസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചില ഇൻഫർമേഷൻ, ചില ഇവൻറ്റ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അസംഷനാണ് അങ്ങനെ എപ്പോഴും മാർക്കറ്റ് ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. അത് റെയർ ആയിട്ട് പോലും എന്ത് ചെയ്യില്ല, അത് മാറ്റം വരത്തില്ല. പക്ഷേ നമ്മുടെ പ്രാക്ടീസ് മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെയാണ്, ഒരിക്കലും നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ഏതുള്ളൂ നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. നമ്മുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ എക്സാമ്പിൾ സഹിതം പറഞ്ഞത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നാലാമത്തെ അസംഷനാണ് സെൻസിറ്റിവിറ്റി ടു ഇൻപുട്ട് എസ്റ്റിമേറ്റ്. സെൻസിറ്റിവിറ്റി ടു ഇൻപുട്ട് എസ്റ്റിമേറ്റ്, അതായത് പറഞ്ഞെങ്ങനെയാണ്, the model outputs are sensitive to the accuracy of input estimates as expected return, volatility, correlation, etc. അതായത് നമ്മളെ ഇൻപുട്ട് എത്രത്തോളം സെൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇൻപുട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ച് കിട്ടുന്ന ഔട്ട്പുട്ടിലും ഉറപ്പായിട്ടും വ്യത്യാസം വരും. അതായത് സ്മാൾ ചേഞ്ചസ് ഇൻ these estimate can significantly affect the result, portfolio allocation and optimization. അപ്പോൾ നമ്മൾ പറയുന്ന ഈ വോളറ്റാലിറ്റീസിലോ അല്ലെങ്കിൽ ഈ എക്സ്പെക്ട് റിട്ടേൺ അതിൻ്റെ പെർസെൻറ്റേജിലോ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും അത് പോർട്ട്ഫോളിയോ സെലക്ഷനിൽ, അലോക്കേഷനിൽ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് അടുത്ത ലിമിറ്റേഷൻ, സെൻസിറ്റിവിറ്റി ടു ഇൻപുട്ട് എസ്റ്റിമേറ്റ്. നമ്മുടെ ഇൻപുട്ട് എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അലോക്കേഷൻ, പോർട്ട്ഫോളിയോ അലോക്കേഷൻ അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. 6th one, ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ് ഇൻ എ ടർബുലന്റ് മാർക്കറ്റ്. ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്സ് ഇൻ ടർബുലന്റ് മാർക്കറ്റ്. അതായത് നമുക്കറിയാം മാർക്കറ്റ് സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രീം വോളറ്റാലിറ്റി ഉള്ള സമയത്ത് നമ്മുടെ കോറിലേഷൻ നോക്കിയാൽ, കോറിലേഷൻ ബിറ്റ്വീൻ അസറ്റ്സ് ക്യാൻ ഇൻക്രീസ്. അവിടുത്തെ കോറിലേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടുള്ള റിസ്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കുറയ്ക്കാൻ പറ്റത്തില്ല. അതായത് എക്സ്ട്രീം വോളറ്റാലിറ്റി ഉള്ള സമയത്ത് ആ സമയത്ത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. അതായത് ഡ്യൂറിങ് ദ ടൈം ഓഫ് മാർക്കറ്റ് സ്ട്രെസ് ഓർ എക്സ്ട്രീം വോളറ്റാലിറ്റി വരെ ഒരുപാട് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രെസ് ആയി ഡിപ്രഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കോറിലേഷൻ ബിറ്റ്വീൻ അസറ്റ് ക്യാൻ ഇൻക്രീസ്. ഇവിടുത്തെ അസറ്റിൻ്റെ കോറിലേഷൻ, അതിൻ്റെ റിസ്ക് റിട്ടേൺ കോറിലേഷൻ എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല റെഡ്യൂസിങ് ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്. അവിടെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഉണ്ടാവുന്നില്ല. കാര്യം ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലം എല്ലാ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്റ്റോക്കിൽ നിന്ന് മാറി വേറൊരു സ്റ്റോക്കിനെ വാങ്ങിച്ചാൽ പോലും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡൈവേഴ്സിഫൈ ചെയ്ത് റിസ്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ദ ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്, നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് കോറിലേഷൻ ബ്രേക്ക് ഡൗൺ. മനസ്സിൽ വെച്ചോളണം, കോറിലേഷൻ ബ്രേക്ക് ഡൗൺ എന്നാണ് ഈ ഒരു ഫിനോമിനെ പറയുന്നത്. എന്താണ് കോറിലേഷൻ ബ്രേക്ക് ഡൗൺ? അതായത് ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രെസ് ഉണ്ടാവുകയാണ്. അങ്ങനെ മാർക്കറ്റ് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോറിലേഷൻ ബ്രേക്ക് ഡൗൺ. കോറിലേഷൻ ബ്രേക്ക് ഡൗൺ. ആൻഡ് ദിസ് ലിമിറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദ ടർബുലന്റ് മാർക്കറ്റ് കണ്ടീഷൻ. ടർബുലന്റ് മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു എഫക്റ്റീവ്നെസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ആ മാർക്കറ്റ് റിസ്ക് റെഡ്യൂസ് ചെയ്യും, ഡൈവേഴ്സിഫിക്കേഷനോടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഒരു സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് മറ്റേ സ്റ്റോക്കിനെ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്ന എഫക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ 2018 മാർക്കറ്റ് വേൾഡ് ക്രൈസിസ് ഉണ്ടായപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഷെയർസിനെയും ഒരേപോലെ അഫക്റ്റ് ചെയ്തു. എല്ലാ ഷെയർസിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, ഒരുപാട് 30 to 40% എല്ലാ ഷെയർസിൻ്റെ പ്രൈസും കുറഞ്ഞു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു പർട്ടിക്കുലർ ഷെയർ വാങ്ങിച്ച് വെച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ്. സോ ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് റിസ്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു അസംഷൻ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഒരിക്കലും എല്ലായ്പ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ട്രീം മാർക്കറ്റ് വോളറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്ട്രീം മാർക്കറ്റ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷനുള്ള റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് കാൾഡ് കോറിലേഷൻ ബ്രേക്ക് ഡൗൺ. ഇനി നമ്മുടെ ഇൻഎബിലിറ്റി ടു, സെവൻത് പോയിന്റ് പറയുന്നത് എങ്ങനെയാണ്, ഓക്കെ, സെവൻത് പോയിന്റ് പറയുന്നത് എങ്ങനെയാണ്, ഇൻഎബിലിറ്റി ടു അക്കൗണ്ട് ഫോർ ചേഞ്ചസ് ഇൻ റിസ്ക്. ഇൻഎബിലിറ്റി ടു അക്കൗണ്ട് ഫോർ ചേഞ്ചസ് ഇൻ റിസ്ക്. അതായത് നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി പറയുന്നത് ഇങ്ങനെയാണ്, assumes that the risk remain constant over the time for a given set of asset. നമ്മുടെ റിസ്ക് എപ്പോഴും ഒരു ഗിവൺ സെറ്റ് ഓഫ് അസറ്റിന് ഈക്വൽ ആയിരിക്കും. however risk profile can change due to shifting economic condition, changes in company fundamentals, alteration in the market sentiments which model does not account for. മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി പറയുന്നത് എങ്ങനെയാണ്, റിസ്ക് റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും റിസ്ക് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, റിസ്ക് ഒരിക്കലും എന്തായിരിക്കില്ല, കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. നമ്മുടെ മാർക്കറ്റിൽ എക്കണോമിക് ഷിഫ്റ്റ് ഉണ്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ്സിൽ ചേഞ്ച് വരുമ്പോൾ, ആ സമയത്തെല്ലാം ഉറപ്പായിട്ടും റിസ്കിലും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ റിസ്ക് ഒരിക്കലും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. റിസ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഷിഫ്റ്റ് വരുമ്പോൾ, ഫ്ലക്ച്വേഷൻ വരുമ്പോൾ റിസ്കിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. ഇനി എട്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇഗ്നോറിങ് ബിഹേവിയറൽ ആസ്പെക്ട്. നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റാഷണൽ ആണ്. ഒരു മാർക്കറ്റ് ഇമോഷണൽ അല്ല, റാഷണൽ ആണ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് മാർക്കറ്റിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ഒരിക്കലും അങ്ങനെയല്ല. നമുക്കറിയാം എല്ലായ്പ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഇറാഷണലാണ്, ഇൻവെസ്റ്റേഴ്സ് ഇമോഷണലാണ്. അവർ മാർക്കറ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യം പോലും അവരെ എഫക്റ്റ് ചെയ്യുകയും അതനുസരിച്ച് അവർ തീരുമാനം എടുക്കുകയും ചെയ്യും. സോ ഇറ്റ് അസ്യൂംസ് ദാറ്റ്, ദ തിയറി അസ്യൂംസ് ദാറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് ബേസ് ഡിസിഷൻ സോൾലി ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺ കൺസിഡറേഷൻ. റിസ്ക്കും റിട്ടേൺ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും അവർ തീരുമാനം എടുക്കണമെന്നാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു തിയറി പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല. It disregards the behavioral bias, sentiments and emotional factors that often influence the investment decision. അവിടെ നമ്മൾ നമ്മുടെ ഇമോഷണൽസ്, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ്, ബയാസസ് ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ ബയാസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ്. സോ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുന്ന പ്രാക്ടിക്കൽ ഇൻ റിയാലിറ്റി ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ തിയറി പറയുന്നത് എങ്ങനെയാണ്, ഇൻവെസ്റ്റേഴ്സ് എല്ലാം എന്താണ്, റാഷണൽ ആയിരിക്കും, അവർ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ബിഹേവിയറൽ ആസ്പെക്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട് എവിടെ, ഈ ഒരു തിയറിയിൽ. സോ അതെന്താണ്, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലാണ്. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രൈമറി കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. മാർക്കോവിറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ തിയറിയിൽ ഒരു പ്രൈമറി കൺസെപ്റ്റ് എന്താണ്? ഓക്കെ,
ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മാക്സിമം ഇൻഡിവിജ്വൽ അസറ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് കൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അസറ്റിന് മാക്സിമം റിട്ടേൺ കിട്ടുക എന്നതാണോ? ബി എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ബൈ കോൺസെൻട്രേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് സിംഗിൾ അസറ്റ്. ഒരു സിംഗിൾ അസറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിമൈസ് ചെയ്യാം. അങ്ങനെയാണോ? ഇനി സി എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ അക്രോസ് അസറ്റ് ടു റെഡ്യൂസ് പോർട്ട്ഫോളിയോ റിസ്ക് വിത്തൗട്ട് നെസസറിലി സാക്രിഫൈസിങ് റിട്ടേൺ. റിട്ടേൺസ് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പോർട്ട്ഫോളിയോ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. ഓക്കെ. ഡി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ ഹൈ റിസ്ക് അസറ്റ് ടു മാക്സിമൈസ് ഓവറോൾ പോർട്ട്ഫോളിയോ റിസ്ക്. ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ പോയി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് കൂടുമെന്ന് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് റിസ്ക് എന്ത് ചെയ്യാൻ കഴിയും? റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡൈവേഴ്സിഫിക്കേഷൻ അക്രോസ് അസറ്റ് ടു റെഡ്യൂസ് പോർട്ട്ഫോളിയോ റിസ്ക് വിത്തൗട്ട് നെസസറിലി സാക്രിഫൈസിങ് റിട്ടേൺ. റിട്ടേൺസ് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിസ്ക് കുറയ്ക്കാൻ കഴിയും. ഏത് ഉപയോഗിച്ചുകൊണ്ട്? ഡൈവേഴ്സിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following is the key aspect of the efficient frontier in Markowitz portfolio theory? Markowitz portfolio theoryയിലെ എഫിഷ്യന്റ് ഫ്രോണ്ടിയറിന്റെ കീ ആസ്പെക്ട് ഏതാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റെപ്രസെന്റ് പോർട്ട്ഫോളിയോ വിത്ത് ദ ഹയസ്റ്റ് പോസിബിൾ റിട്ടേൺ ആൻഡ് ലോവസ്റ്റ് പോസിബിൾ റിസ്ക്. അതായത് ഹയസ്റ്റ് പോസിബിൾ റിട്ടേണും ലോവസ്റ്റ് പോസിബിൾ റിസ്ക്കും ഉള്ള പോർട്ട്ഫോളിയോസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഷോസ് ദ മോസ്റ്റ് അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വിത്ത് എ ഹൈ റിസ്ക് അസറ്റ്. ഒരു ഹൈ റിസ്ക് അസറ്റ് വെച്ചുകൊണ്ട് മോസ്റ്റ് അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി കാണിക്കുന്നതാണ് ഇത് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സി പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് പോർട്ട്ഫോളിയോ വിത്ത് നോ റിസ്ക് എക്സ്പോഷർ. ഒരു റിസ്ക്കും ഇല്ലാത്തുള്ള ഷെയർസിന് എക്സ്പോഷർ ആണ് ഇതിലുള്ളത് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഡി പറയുന്നത് ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ്പെക്ട് റിട്ടേൺസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ. ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെയും എക്സ്പെക്ട് റിട്ടേണിൻ്റെയും ഒരു ഇല്യൂസ്ട്രേഷൻ ആണ് ഇത് നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്നാണ് പറയുന്നത്. പറഞ്ഞേ, ഇതിലേതാണ് ആൻസർ? അല്ലേ, ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ്? ഇറ്റ് റെപ്രസെന്റ് പോർട്ട്ഫോളിയോ വിത്ത് ഹയസ്റ്റ് പോസിബിൾ റിട്ടേൺസ് ആൻഡ് ലോവസ്റ്റ് പോസിബിൾ റിസ്ക്. ഒരു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത് അപ്പം ഒരു ഹയസ്റ്റ് പോസിബിൾ റിട്ടേണിനെയും ലോവസ്റ്റ് പോസിബിൾ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. നമ്മൾ പറഞ്ഞ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അസംപ്ഷൻ does Markowitz portfolio theory rely on regarding investors behavior? ഇൻവെസ്റ്റേഴ്സ് ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള താഴെ പറയുന്ന ഏത് അസംപ്ഷൻസ് ആണ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ ഉള്ളത്? നമുക്ക് നോക്കാം. ഇൻവെസ്റ്റേഴ്സ് എയിംസ് ടു മാക്സിമൈസ് റിട്ടേൺ വിത്തൗട്ട് കൺസിഡർ റിസ്ക്. ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും, ഏത് കുറയ്ക്കാതെ? റിസ്ക് കൺസിഡർ ചെയ്യാതെ. ഓക്കെ. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹെട്രോജീനിയസ് റിസ്ക് പ്രിഫറൻസ്. ഇൻവെസ്റ്റേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസ്ക് പ്രിഫറൻസ് ആണ് ഉള്ളതെന്നാണ് രണ്ടാമത്തെ ബി പറയുന്നത്. സി പറയുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റേഴ്സ് ബേസ് ഡിസിഷൻ സോൺലി ഓൺ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ്റെ ബേസിലാണ് ഇൻവെസ്റ്റേഴ്സ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തേർഡ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നത്. ഇനി ഫോർത്ത് പോയിന്റിൽ ഡി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് സീക്സ് ടു ബാലൻസ് റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻ ദയർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ അവരുടെ റിസ്ക്കും റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ഇൻവെസ്റ്റേഴ്സ് സീക്സ് ടു ബാലൻസ് റിസ്ക് ആൻഡ് റിട്ടേൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ റിസ്കിന്റെയും റിട്ടേണിന്റെയും ഒരു ബാലൻസ് ആണ് എന്ത് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. വാട്ട് ഡസ് ദ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ റെപ്രസെന്റ് ഇൻ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി? ഒരു പോർട്ട്ഫോളിയോ തിയറിയിൽ എന്താണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ വിച്ച് ദ മാക്സിമം പോസിബിൾ റിട്ടേൺ വിത്ത് മിനിമം റിസ്ക്. ഓക്കെ, മാക്സിമം പോസിബിൾ റിട്ടേൺസ് കൊണ്ട് മിനിമം റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത്
പോർട്ട്ഫോളിയോ വിത്ത് എക്സ്ട്രീം റിസ്ക് ലെവൽ, ഒരു എക്സ്ട്രീം റിസ്ക് ലെവലുള്ള പോർട്ട്ഫോളിയോ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സി പറയുന്നത് ഇങ്ങനെയാണ്, പോർട്ട്ഫോളിയോ ദാറ്റ് ഹാവ് നോ കോറിലേഷൻ വിത്ത് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാത്ത, റിലേഷൻസ് ഒന്നും ഇല്ലാത്ത പോർട്ട്ഫോളിയോയെ കുറിച്ച് പറയുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ദ ലാസ്റ്റ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വിത്ത് ഹൈ റിസ്ക് അസറ്റ്, ഒരു ഹൈ റിസ്ക് അസറ്റിനെ കുറിച്ച് പറയുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. നമുക്കറിയാം നമ്മുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. എ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് മാക്സിമം പോസിബിൾ റിട്ടേണും മിനിമം റിസ്ക് ആണ് ഏതിൽ വരുന്നത്? നമ്മുടെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി സജസ്റ്റ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ? വാട്ട് ഡസ് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി സജസ്റ്റ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ? ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ റിസ്കിനെയും റിട്ടേണിനെയും കുറിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നമ്മുടെ മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്? അത് നമ്പർ 1 അല്ലെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹയർ റിട്ടേൺ ക്യാൻ ബി അച്ചീവ് വിത്തൗട്ട് ടേക്കിംഗ് ഓൺ അഡീഷണൽ റിസ്ക്. നമുക്ക് ഹൈ റിട്ടേൺസ് അച്ചീവ് ചെയ്യാൻ പറ്റും അഡീഷണൽ റിസ്ക് എടുക്കാതെ തന്നെ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലോവർ റിട്ടേൺ ആർ അസോസിയേറ്റ് വിത്ത് ദ ലോവർ ലെവൽ ഓഫ് റിസ്ക്. നമ്മൾ ലോവർ ലെവൽ ഓഫ് റിസ്ക് ആണ് എടുക്കുന്നതെങ്കിൽ റിട്ടേൺ എന്തായിരിക്കും? ലോവർ ലെവൽ ആയിരിക്കും. സി പറയുന്നത് എങ്ങനെയാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഈസ് അൺപ്രിഡിക്റ്റബിൾ. റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻ അൺപ്രിഡിക്റ്റബിൾ ആണ്. ഡി എന്ന് പറയുന്നത് ഹയർ റിട്ടേൺസ് ആർ ജനറലി അസോസിയേറ്റ് വിത്ത് ഹയർ ലെവൽ ഓഫ് റിസ്ക്. ഹയർ റിട്ടേൺസ് കിട്ടണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഹയർ റിട്ടേൺസ്, ഒരു ഹയർ ലെവൽ ഓഫ് റിസ്ക്കും ഉണ്ടായിരിക്കണം. സോ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹയർ റിട്ടേൺസ് ആർ ജനറലി അസോസിയേറ്റ് വിത്ത് ഹയർ ലെവൽ ഓഫ് റിസ്ക്. ഒരു ഹയർ റിട്ടേൺസ് ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ഹയർ ലെവൽ ഓഫ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ആൻസർ ഈസ് ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അക്കോർഡിംഗ് ടു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി, വാട്ട് ഡസ് ദ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ റെപ്രസെന്റ്? എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്താണ് ഒരു മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വിത്ത് ഹയസ്റ്റ് പോസിബിൾ റിട്ടേൺ ആൻഡ് ലോവസ്റ്റ് പോസിബിൾ റിസ്ക്. ഒരു ഹയസ്റ്റ് പോസിബിൾ റിട്ടേണും ഒരു ലോവസ്റ്റ് പോസിബിൾ റിസ്ക്കും കാണിക്കുന്നതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഫോക്കസ്ഡ് ഓൺ മിനിമൈസിങ് റിട്ടേൺസ് ആൻഡ് മാക്സിമൈസിങ് റിസ്ക്. റിസ്ക് കൂട്ടിക്കൊണ്ട് റിട്ടേൺ കുറയ്ക്കുന്നതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ സി എന്ന് പറയുന്നത് എ റെപ്രസെന്റേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് നോ റിസ്ക് എക്സ്പോഷർ. റെപ്രസെൻറ്റേഷൻ ഓഫ് പോർട്ട്ഫോളിയോ വിത്ത് നോ റിസ്ക് എക്സ്പോഷർ, അതായത് ഒരു റിസ്ക് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത ഒരു പോർട്ട്ഫോളിയോയെ കുറിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. ഡി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ വിത്ത് സിംഗിൾ അസറ്റ് കോൺസെൻട്രേറ്റ് ഫോർ മാക്സിമം റിട്ടേൺ. ഒരു സിംഗിൾ അസറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാക്സിമം റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പോർട്ട്ഫോളിയോ വിത്ത് ഹയസ്റ്റ് പോസിബിൾ റിട്ടേണും ആൻഡ് ദ ലോവസ്റ്റ് പോസിബിൾ റിസ്ക് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ കാണിക്കുന്നത് എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പോർട്ട്ഫോളിയോ വിത്ത് ഹയസ്റ്റ് പോസിബിൾ റിട്ടേൺ ആൻഡ് ദ ലോവസ്റ്റ് പോസിബിൾ റിസ്ക് ആയിരിക്കും നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയറിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇതാണ്, മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് എയിംസ് ടു ബാലൻസ് റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻ കൺസ്ട്രക്ട് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ കൺസിഡർ ചെയ്യുമ്പോൾ റിസ്ക് റിട്ടേൺ ബാലൻസ് എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടുവരാറുണ്ട്. ഏത് തിയറി പ്രകാരം? മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി പ്രകാരം. ഓക്കെ, കറക്റ്റ് ആണ്, ട്രൂ ആണ് അല്ലേ? ദ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ റെപ്രസെന്റ് പോർട്ട്ഫോളിയോ വിത്ത് ദ highest expected return for a given level of risk or the lowest risk for a targeted level of return. അതായത് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് റിസ്ക് കാണിക്കുന്നതും ഒരു ലോവർ ലെവൽ ഓഫ് റിസ്ക് ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേണിൽ നിന്നാണ്. ഓക്കെ, ആൻസർ ഏതാ കറക്റ്റ്? ആൻസർ എ ആണ്. അതായത് നമ്മുടെ സെന്റൻസ് എയും സെന്റൻസ് ബിയും എന്താണ്? ട്രൂ ആണ്. അതായത് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് എക്സ്പെക്ട് റിട്ടേണും ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിലും മിനിമം റിസ്കിലും ഒരു ലോവസ്റ്റ് റിസ്ക് എങ്ങനെ ഒരു ടാർഗറ്റ് ലെവൽ ഓഫ് റിട്ടേൺ, ഒരു ടാർഗറ്റ് ലെവൽ ഓഫ് റിട്ടേണിൽ ലോവസ്റ്റ് റിസ്ക്കും ഒരു ഹയസ്റ്റ് റിട്ടേൺ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിലും എന്ത് ചെയ്യും കിട്ടാനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്
നമ്പർ 1 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി അസ്യൂംസ് ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദ സെയിം റിസ്ക് പ്രിഫറൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അല്ലേ, മാർക്കോവിറ്റ്സ് തിയറിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം റിസ്ക് ഏറ്റെടുക്കുക അല്ലെങ്കിൽ സെയിം എക്സ്പെക്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, മാർക്കോവിറ്റ്സ് തിയറിയിൽ അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം റിസ്ക് ആണ്, അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും സെയിം റിസ്ക് എടുക്കുകയാണെന്നും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം എക്സ്പെക്ടേഷൻ ആണെന്നും ഒരിടത്തും മാർക്കോവിറ്റ്സ് തിയറിയിൽ പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ അത് ഫോൾസ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ദ തിയറി അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ മാക്സിമൈസിങ് റിട്ടേൺ ഡിസ്റിഗാർഡിങ് ദ റിസ്ക് കൺസിഡറേഷൻ. നമ്മൾ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ അവിടെ റിസ്ക് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യും, പക്ഷേ റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല. സോ അങ്ങനെയാണ് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. രണ്ടും എന്താണ്, ഫോൾസ് ആണ്. അപ്പം ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് ബി ആണ് കറക്റ്റ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. നോക്കാം. ഓക്കെ, ബി ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇന്ന് പഠിച്ച കാര്യം എന്ന് പറയുന്നത് മാർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.